നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരി മരിച്ചു എന്ന സങ്കട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാജസ്ഥാൻ സ്വദേശി റിധാൻ ജജു ആണ് അപകടത്തിൽ പെട്ടു മരിച്ചത്. കുഞ്ഞിനെ അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് നേരത്തെ ശ്യാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് വന്നത്. ആ കുട്ടി മരിച്ചു എന്ന വിവരമാണ് വരുന്നത്. എസ് ശ്യാംകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്യാമ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം ഈ മാലിന്യക്കുഴിയിൽ വീണ് കിടന്നു. ആ ഘട്ടത്തിൽ തന്നെ അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് ശ്യാം തന്നെ പറഞ്ഞു. ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അല്ലേ? വിജയകുമാർ, വളരെ ദൗർഭാഗ്യകരമായ വാർത്ത. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അല്പസമയം മുമ്പ് രാജസ്ഥാൻ സ്വദേശിയായ റിധാൻ ലിജു എന്ന 3 വയസ്സുകാരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അല്പസമയം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാർ പുറത്തേക്ക് വരുന്ന ഭാഗത്തെ മാലിന്യക്കുഴിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയത്. വളരെ നേരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പരിസരത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥരും കുട്ടിയുടെ മാതാപിതാക്കളും ഒക്കെ ചേർന്ന് കുഞ്ഞിന് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന കുഞ്ഞിനെ പെട്ടെന്ന് കാണാനാവുകയായിരുന്നു. പക്ഷേ ആ തിരച്ചിലൊന്നും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. തൊട്ടു പിന്നാലെയാണ് മാലിന്യക്കുഴിക്ക് സമീപത്ത് കുഞ്ഞിന്റെ ചെരുപ്പുകളിൽ ഒന്ന് കണ്ടത്. ഇതോടെ മാലിന്യക്കുഴിയിൽ CISF-ഉം വിമാനത്താവള ജീവനക്കാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് കുഞ്ഞ് മാലിന്യക്കുഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടത്. വളരെ വേഗത്തിൽ അവിടെ നിന്ന് അങ്കമാലി ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ എത്തിച്ചു. പക്ഷേ ആ ജീവൻ രക്ഷിക്കാനായില്ല. 3 വയസ്സുകാരി റിധാൻ രാജ് എന്ന രാജസ്ഥാൻ സ്വദേശി മരണപ്പെട്ടു എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ശ്യാമ, തുടരുക. നെടുമ്പാശ്ശേരിയിലെ മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം എന്ന സങ്കട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വിമാനത്താവളത്തിൽ യാത്രക്കാർ പുറത്തിറങ്ങുന്ന ഭാഗത്ത് ഏതാണ്ട് ആഭ്യന്തര ടെർമിനലിനോട് ചേർന്നാണ് ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ കുഞ്ഞു വീണത് എന്നാണ് അറിയുന്നത്. രാജസ്ഥാൻ സ്വദേശി റിധാൻ ജജു ആണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട വിവരം ബന്ധുക്കളോ അല്ലെങ്കിൽ അധികൃതരോ അറിഞ്ഞിരുന്നില്ല. കുഞ്ഞിനെ അന്വേഷിച്ച് കുറച്ച് നടന്നു. പിന്നീടാണ് ഈ മാലിന്യക്കുഴിയുടെ സമീപത്ത് നിന്ന് ചെരുപ്പുകൾ കണ്ടെത്തിയത്. ആ ഘട്ടം ആയപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു കുട്ടി. അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എസ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. ശ്യാമ, ഈ അപകടം എങ്ങനെ ആ കുട്ടി അവിടേക്ക് എത്തി, ആ കുഴിയിൽ വീണു എന്നതൊക്കെ ഇനി ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാലേ വ്യക്തമാവുകയുള്ളൂ. അത്തരമൊരു പരിശോധന ആവശ്യമുള്ള ഒരു കേസാണല്ലോ ഇതല്ലേ? സ്വാഭാവികമായും. കാരണം വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്ന കുഞ്ഞ് അമ്മയുടെ ഒപ്പം രക്ഷിതാക്കളോടൊപ്പം പുറത്തേക്ക് വന്ന കുഞ്ഞിനെ വളരെ പെട്ടെന്നാണ് കാണാതായത്. ഒരുപക്ഷെ 3 വയസ്സുള്ള കുട്ടി അവിടെ നിന്ന് അമ്മയുടെ ശ്രദ്ധ മാറിയപ്പോൾ പുറത്തേക്ക് ഓടിയതാകാം. അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നത് കുഞ്ഞ് സ്വാഭാവികമായും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുമില്ല. ഏതായാലും ആ ചെറിയ കുഴിയിലേക്ക് കുഞ്ഞിന്റെ കാൽ വഴുതി വീണതാകാം എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത്ര വലിയ വിമാനത്താവളത്തിന്റെ പരിസരത്ത് മലിനജലം ഒഴുകിപ്പോകാനുള്ള ഇത്തരത്തിലുള്ള നിരവധി മാർഗങ്ങളുണ്ട്. അതിലൊന്നിൽ മാത്രമാണ് ഒരു അപകടം ഉണ്ടാക്കാനുള്ള വലിപ്പമുള്ള കുഴിയല്ല. പക്ഷേ കുഞ്ഞിന്റെ പ്രായക്കുറവും വലിപ്പക്കുറവും കുഞ്ഞ് കുഴിയിൽ വീഴാൻ ഇടയാക്കി എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. തിരച്ചിലിൽ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കാതിരുന്നതും ജീവൻ രക്ഷിക്കാൻ തടസ്സമായി. കുഞ്ഞിന്റെ ചെരുപ്പ് കണ്ടെത്തി ആ കുഴിയിൽ തിരച്ചിൽ നടത്തി കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് ആ ഭാഗത്തേക്ക് എത്തിയത് എന്നതും ആ കുഴിയിൽ വീഴാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിലവിൽ പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച 3 വയസ്സുകാരൻ രാജസ്ഥാൻ സ്വദേശി റിധാൻ ലിജു മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ഉൾപ്പെടെ ഏതായാലും വിമാനത്താവളത്തിലായതിനാലും യാത്രക്കാർ പുറത്തേക്ക് വരുന്ന ഒരു ഭാഗത്തുണ്ടായ അപകടമായതിനാലും വളരെ ഗൗരവത്തോടു കൂടി നടക്കും. കാരണം വിമാനത്താവളത്തിൽ ഒരുപാട് സുരക്ഷാ മേഖലകളുള്ള ഒരു സ്ഥലത്താണ്. അത് ശ്യാം സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അതാണ് ആദ്യം തൊട്ടുയരുന്ന സംശയം. വിമാനത്താവളത്തിന് പുറത്ത് ആളുകൾ വരുന്ന ഭാഗത്ത്, യാത്രക്കാർ ഇറങ്ങി വരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ അപകടമുണ്ടാക്കാൻ തക്ക നിലയിൽ ഒരു 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 മാലിന്യ കുഴി ഉണ്ടായിരുന്നോ എന്നതാണ് അറിയേണ്ടത്. അതോ ഈ കുഞ്ഞ് അത്തരം ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയതാണോ എന്നും അറിയില്ല നമുക്ക്. എന്തായാലും അതിൽ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങേറ്റവും ദാരുണമായ ഒരു സംഭവമാണ്. രാജസ്ഥാൻ സ്വദേശികളുടെ 3 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു എന്ന വിവരം ഇപ്പോൾ വരുന്നത്. ആ കുഞ്ഞിൻ്റെ പേര് റിധാൻ ജജു എന്നാണ്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.